ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫാമിലി റൗണ്ടിലെ മൂന്നാമത്തെ ദിവസം ജിസേൽ, ആര്യൻ, അനുമോൾ എന്നിവരുടെ ഒരു ഫാമിലിയാണ് ഇന്ന് വീട്ടിലേക്ക് എത്തിയത്. ഈ ഒരു ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. വീട്ടുകാരുടെ ആ ഒരു ഇമോഷണലി അറ്റാച്ച്മെന്റും കുറച്ച് ഇമോഷണൽ സീൻസും മാത്രം കാണാമെന്നല്ലാതെ പ്രത്യേകിച്ച് നമുക്ക് പ്രേക്ഷകർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്റർടൈൻ ആകുന്ന സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് കോൺട്രോവേഴ്സി സംഭവങ്ങളൊക്കെ ഉള്ളവരുടെ ഫാമിലി വരുമ്പോൾ എന്താകും ഏതാകുമെന്നറിയാൻ പ്രേക്ഷകരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്ത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്നതല്ലാതെ ബിഗ് ബോസും ഈ ഒരു സീസണിൽ ഫാമിലി റൗണ്ടിൽ ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നും തന്നെ കൊണ്ടുവന്നില്ല. സർപ്രൈസിങ് ഒക്കെ ആദ്യം തന്നെ പൊട്ടിച്ച് ഒരു ടാസ്ക് വഴി ഫാമിലിനെ ഉള്ളിലേക്ക് കടത്തി വിടുന്നു എന്നതല്ലാതെ അതും ഒരു ബോറിംഗ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ഈ ഒരു ഫാമിലി റൗണ്ട് തന്നെ ആകപ്പാടെ പൊട്ടിപ്പൊളിഞ്ഞു എന്ന് വേണം കരുതാൻ. പ്രത്യേകിച്ച് നമ്മുടെ കണ്ടസ്റ്റൻസിനോടാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കും അധികം ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളും ഈ ഒരു സീസണിൽ വരാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ആരുടെയും ഫാമിലിനെ കാണണമെന്നുള്ള താല്പര്യങ്ങളൊന്നും നല്ലൊരു ശതമാനം പ്രേക്ഷകർക്കും ഇല്ല. പിന്നെ ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസിന്റെ ഒക്കെ ഒരു സപ്പോർട്ടേഴ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അവരുടെയൊക്കെ വന്നാൽ കണ്ടാൽ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു പൊതുവെ ഒരു എന്താ പറയുന്ന ഒരു ചിന്താഗതി ഉണ്ട് എന്നതല്ലാതെ പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെന്റ് ഒന്നും ഒരു കണ്ടസ്റ്റൻസിനോടും ഇല്ലാത്തത് കൊണ്ട് മൊത്തത്തിൽ ഈ ഒരു ആഴ്ച തന്നെ ഒരു ഓണവില്ല് പരിപാടി തന്നെയാണ് ലൈവിലെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം എന്ന് ജിസേലിന്റെയും ആര്യന്റെയും അതുപോലെ അനുമോളുടെയും ഇവരുടെ ഒരു കോംബോയും ഇവരുടെ ഒരു പ്രശ്നങ്ങളും കോൺട്രോവേഴ്സികളും ഒക്കെ ഈ ഒരു സീസണിൽ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകർക്കൊക്കെ അറിയാം. അപ്പൊ ഇവരുടെ വീട്ടിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്, എന്ത് നടക്കുമെന്നൊക്കെ നോക്കി പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുക തന്നെ ആയിരുന്നു. എനിക്ക് തോന്നുന്നില്ല അത്ര പ്രേക്ഷകരെല്ലാം അത്രയ്ക്ക് ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകുമെന്ന്. കാരണം ഇതെല്ലാം ഒരു ഗെയിമിന്റെ പാർട്ടാണെന്നും അതുപോലെ തന്നെ ബിഗ് ബോസും അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുത്ത് വേണ്ട രീതിയിലുള്ള അഡ്വൈസുകൾ കൊടുത്തൊക്കെ തന്നെയായിരിക്കും പേരൻസിനെ അതിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത്. എന്തായാലും ജിസേലിന്റെ വീട്ടിൽ നിന്ന് ഫാമിലി ആയിട്ട് അമ്മയാണ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള എന്താ പറയുന്നത് ആ ഒരു നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. എന്നാൽ ആര്യനെ വലിയ മൈൻഡ് ആക്കാതെ ഒന്ന് അകത്തി നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ലൈവിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. നിങ്ങൾ പ്രേക്ഷകരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആര്യൻ മാക്സിമം ഒന്ന് മിണ്ടാനും അതുപോലെ തന്നെ അടുത്തുകൂടാനുമുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതുപോലെ ജിസേലിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ പോലും ആര്യനെ കുറച്ചുകൂടി അടുപ്പിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ജിസേലിന്റെ അമ്മയുടെ സൈഡിൽ നിന്നും എന്താ പറയുന്നത് തീർത്തും ഇഗ്നോർ ചെയ്തു വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ജിസേലിനോട് പറഞ്ഞിട്ടുണ്ട് ബെഡ് മാറി കിടക്കണം, അതുപോലെയുള്ള നിർദ്ദേശങ്ങളും ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ജിസേലിന്റെ അമ്മ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പോയിരിക്കുന്നത്. എന്നാൽ ആര്യന്റെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള അകൽച്ചകളോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിച്ചില്ല. പ്രത്യേകിച്ച് ഒരു രീതിയിലുള്ള അകൽച്ചകളും ഒരു കണ്ടസ്റ്റൻസിനോടും അവരുടെ സൈഡിൽ നിന്ന് കണ്ടില്ല. എല്ലാ കണ്ടസ്റ്റൻസിനോടും ഒരുപോലെ, അതുപോലെ തന്നെ എല്ലാം ഗെയിമിന്റെ പാർട്ടായിട്ട് കണ്ടു. മൊത്തത്തിൽ ഒരു ചിൽ കൂൾ വൈബാണ് ആര്യന്റെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കാണാൻ സാധിച്ചത്. ജിസേലിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് ഒരു എന്താ പറയുന്ന ഒരു അകൽച്ചയോ കാര്യങ്ങളോ ഒന്നും തന്നെ കണ്ടില്ല. എല്ലാവരും അവരുടെ ഒരു ഫാമിലി പോലെയാണ് കാണുന്നതെന്നൊക്കെയാണ് ആര്യന്റെ ഫാമിലി എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സോ പ്രത്യേകിച്ചൊരു കോൺട്രോവേഴ്സി സീനുകളോ കാര്യങ്ങളോ ഒന്നും ആര്യന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്നും വന്നില്ല. എന്നാൽ ജിസേലിന്റെ ഫാമിലിയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ അമ്മയുടെ സൈഡിൽ നിന്ന് മാത്രമേ ആര്യനോടൊരു അകൽച്ച നമ്മൾ കണ്ടുള്ളൂ. അടുത്തത് നമ്മുടെ അനുമോളുടെ ഫാമിലിയിൽ നിന്നാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആൾ വന്നിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും ചെറിയൊരു ഡ്രാമ ഫീലൊക്കെയാണ് അനുമോളുടെ ആ ഒരു ഫാമിലി എൻട്രിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ആ ഒരു എൻട്രി സമയത്തുണ്ടായ ഒരു സംഭവങ്ങളാണെന്നുണ്ടെങ്കിൽ പോലും അനുമോൾ പോയി വെയിറ്റ് ചെയ്യുന്നു, കരയാൻ റെഡിയായിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയായി മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസ് ആ ഒരു സോങ് ക്യാൻസൽ ചെയ്ത് ആക്ടിവിറ്റി റൂമിലേക്ക് വരാൻ പറയുകയും ഒക്കെ ചെയ്തത് മൊത്തം ആ ഒരു ഡ്രാമ ഫെയിൽഡ് ആയി പോകുകയും കണ്ടിരിക്കുന്ന നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫാമിലി എത്തിക്കഴിയുമ്പോൾ നടക്കുന്ന ഡ്രാമകളും ആക്ടിവിറ്റി റൂമിനിടയിൽ ഓവർ ആക്ടിങ്ങും കാര്യങ്ങളും ഒക്കെ എന്താണെന്ന് അറിയത്തില്ല. മൊത്തത്തിൽ ഒരു ഡ്രാമയായിരുന്നു അനുമോളുടെ ഫാമിലി വന്നതിന് ശേഷം അവിടെ കാണാൻ സാധിച്ചത്. അതിന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അവരുടെ ഫാമിലി വന്നതിന് കൊണ്ടോ അല്ലെങ്കിൽ അവർ ഫാമിലി വരുന്നത് കൊണ്ടോ നമുക്കൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാം ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഫീലിങ്സുകളും കാര്യങ്ങളും വരുമ്പോഴേ കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെന്നുണ്ടെങ്കിലും കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു സീസണിലെ എല്ലാ ഫാമിലികളും വരുമ്പോഴും സർപ്രൈസുകൾ ഇല്ലാത്തത് കൊണ്ട് ബിഗ് ബോസ് തന്നെ അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ ടാസ്കുകളൊക്കെ കൊടുത്ത് ഒരു വെയിറ്റിംഗ് പീരീഡ് ഒക്കെ കൊടുത്ത് ഒരു ഇമോഷണൽ സംഭവങ്ങളൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇമോഷണൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എല്ലാവരുടെ ഫാമിലി വന്നപ്പോഴും നമ്മളൊക്കെ കണ്ടത്. സോ മൊത്തത്തിൽ എന്താ പറയുന്നത് നമുക്കും ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒന്നും തന്നെ ഈ ഒരു സീസണിലെ ഫാമിലി റൗണ്ടിൽ കാണാൻ സാധിച്ചില്ല. സോ ഇന്നത്തെ ദിവസം ഇവർ 3 പേരുടെ ഫാമിലിയാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കണ്ടന്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇനി ബാക്കിയുള്ളവരുടെ വീട്ടിൽ നിന്ന് നാളെയും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തുന്നതായിരിക്കും. സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.